എല്ലാവർക്കും മാത്ത് മൈൻഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് പെർമ്യൂട്ടേഷൻസ് എന്താണെന്ന് നോക്കാം. A permutation is an arrangement of objects in a specific order. The order of the objects matters in permutation. അതായത് ഒബ്ജക്ട്സിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അറേഞ്ച്മെൻ്റ് ആണ് പെർമ്യൂട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർമ്യൂട്ടേഷനിൽ ഓർഡർ എന്ന് പറയുന്നതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ നമുക്കൊരു എക്സാമ്പിളിൽ കൂടി ഇത് മനസ്സിലാക്കാം. How many ways can you arrange two letters from the set A, B, C? അതായത് A, B, C എന്ന് പറയുന്ന 3 ലെറ്റേഴ്സിൽ നിന്നും 2 ലെറ്റേഴ്സ് നമുക്ക് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം എന്നതാണ് ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ: A, B, C എന്ന 3 ലെറ്റേഴ്സിൽ നിന്നും നമുക്ക് 2 ലെറ്റേഴ്സ് A ഫസ്റ്റും B സെക്കൻഡും എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം, അതായത് AB. ഇനിയും B ഫസ്റ്റ് A സെക്കൻഡ് എന്ന രീതിയിൽ BA എന്നൊരു അറേഞ്ച്മെൻറ്റ് കിട്ടും. അതായത് ABയും BAയും ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതുപോലെ AC, CA, BC, CB. സോ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മൾ പെർമ്യൂട്ടേഷൻ്റെ ഒരു മെയിൻ ഫോർമുലയാണ് നോക്കുന്നത്. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n തിങ്സ് ടേക്കൺ R അറ്റ് എ ടൈം ഇസ് ഗിവൺ ബൈ NPR is equal to n factorial divided by n minus r factorial. അതായത് ടോട്ടൽ n തിങ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും r തിങ്സ് അറേഞ്ച് ചെയ്യാൻ നമുക്ക് NPR എന്ന ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അതായത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. സോ പ്രീവിയസ് എക്സാമ്പിളിൽ നമുക്ക് ടോട്ടൽ 3 ലെറ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അവിടെ n-ന് പകരം നമുക്ക് 3 എടുക്കാം. പിന്നെ നമുക്ക് 2 ലെറ്റേഴ്സാണ് അറേഞ്ച് ചെയ്യേണ്ടത്. സോ R ഇസ് ഈക്വൽ ടു 2. സോ നമുക്ക് നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് NPR, അതായത് 3P2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ബൈ 3 മൈനസ് 2 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തപ്പോഴും നമുക്ക് 6 എന്ന് പറയുന്ന ആൻസറാണ് കിട്ടിയത്. നെക്സ്റ്റ് നമുക്ക് കോമ്പിനേഷൻസ് എന്താണെന്ന് നോക്കാം. A combination is a selection of objects where the order does not matter. Unlike permutations, combinations focus only on choosing the objects, not arranging them. അതായത് കോമ്പിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുക എന്നതാണ്, അതിൽ നിന്നും ചൂസ് ചെയ്യുക എന്നതാണ്. ഇവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. പെർമ്യൂട്ടേഷൻസിൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, പക്ഷേ കോമ്പിനേഷൻസിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്ജക്ട്സിനെ ചൂസ് ചെയ്യുന്നതിലാണ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നതിലാണ്. അറേഞ്ച് ചെയ്യുന്നതിൽ ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഹൗ മെനി വേസ് ക്യാൻ യു ചൂസ് ഓർ സെലക്ട് 2 ലെറ്റേഴ്സ് ഫ്രം ദ സെറ്റ് ABC? അതായത് 3 ലെറ്റേഴ്സ് ABC എന്നുള്ള സെറ്റിൽ നിന്നും നമുക്ക് 2 ലെറ്റേഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നതാണ് ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ: ഇവിടെ ABC എന്ന 3 ലെറ്റേഴ്സിൽ നിന്നും 2 സെലക്ട് ചെയ്യാൻ ചോദിച്ചാൽ എനിക്ക് ഒന്നെങ്കിൽ Aയും Bയും കൂടി സെലക്ട് ചെയ്യാം, അതായത് AB, അല്ലെങ്കിൽ Bയും Cയും കൂടി സെലക്ട് ചെയ്താൽ BC, Aയും Cയും കൂടി സെലക്ട് ചെയ്താൽ അതായത് EC. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി നമുക്ക് കോമ്പിനേഷൻസിൻ്റെ ഒരു മെയിൻ ഫോർമുല നോക്കാം. നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n തിങ്സ് ടേക്കൺ R അറ്റ് എ ടൈം is given by NCR is equal to n factorial divided by n minus r factorial into r factorial. അതായത് ടോട്ടൽ n തിങ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും r തിങ്സ് എനിക്ക് NCR വേസിൽ സെലക്ട് ചെയ്യാം. അതായത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. NPRൻ്റെയും NCRൻ്റെയും ഫോർമുലയിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ NCRൽ ഒരു എക്സ്ട്രാ r ഫാക്ടോറിയൽ ഡിനോമിനേറ്ററിലുണ്ട്. അതായത് NPRൻ്റെ ഫോർമുലേനെ ഞാൻ r ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് NCR കിട്ടും. സോ പ്രീവിയസ് എക്സാമ്പിളിൽ നോക്കുമ്പോൾ അവിടെ 3 ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. സോ n ഇസ് ഈക്വൽ ടു 3,
2 ലെറ്റേഴ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോ R is equal to 2. സോ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 3C2 which is equal to 3 factorial divided by 3 minus 2 factorial into 2 factorial. That is equal to 3 into 2 divided by 1 into 2 which is equal to 3. സോ ഫോമുല യൂസ് ചെയ്തപ്പോഴും നമുക്ക് 3 എന്ന് പറയുന്ന ആൻസർ കിട്ടി. നോട്ടിലോട്ട് ശ്രദ്ധിക്കാം. R things can be selected from N things in NCR ways. N തിങ്സിൽ നിന്നും R തിങ്സ് നമുക്ക് NCR വേസിൽ സെലക്ട് ചെയ്യാം. അതാണ് നമ്മൾ കോമ്പിനേഷനിൽ പറഞ്ഞത്. ഇനിയും NCR is equal to NCN minus R. NC0 is equal to NCN is equal to 1. NC1 is equal to NCN minus 1 is equal to N. ഈ ഫോമുലാസ് ഓർത്തിരിക്കുക, പ്രോബ്ലംസിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇനിയും NCR കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി വേ ആണ് പറയുന്നത്. ഫോമുല യൂസ് ചെയ്യാതെ എങ്ങനെ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ 5C2 കണ്ടുപിടിക്കാൻ 5 into 4 ഡിവൈഡഡ് ബൈ 1 into 2 ചെയ്താൽ മതി. അതായത് 5C2 ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 5ഉം 5ന് തൊട്ട് മുന്നുള്ള ഒരു ഇൻറ്റിജറും. സോ ടോട്ടൽ 2 ഇൻറ്റിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 1 into 2 വിച്ച് ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. നെക്സ്റ്റ് എക്സാമ്പിൾ 10C3, അതായത് 10ഉം 10ന് മുന്നേ ഉള്ള 2 ഇൻറ്റിജേഴ്സും, ടോട്ടൽ 3 ഇൻറ്റിജേഴ്സ്. സോ 10 into 9 into 8 ഡിവൈഡഡ് ബൈ 1 into 2 into 3 വിച്ച് ഇസ് ഈക്വൽ ടു 120. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ 1. ഇൻ എ പാർട്ടി വിത്ത് 8 persons, ഈച്ച് എക്സ്ചേഞ്ച് ഗിഫ്റ്റ്സ് വിത്ത് എവറി അതർ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗിഫ്റ്റ്സ് ഷെയർഡ് ഇൻ ദ പാർട്ടി? അതായത് ഒരു പാർട്ടിയിൽ 8 പേരുണ്ട്. അവിടെ ഓരോരുത്തരും ബാക്കിയുള്ളവരുമായി ഗിഫ്റ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഗിഫ്റ്റ്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ. ഇവിടെ ഞാൻ 8 പേഴ്സൺസിനെ ABCD അപ് ടു H എന്നെടുത്തിട്ടുണ്ട്. ഇവിടെ A Bക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും B Aക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. അതായത് രണ്ടും രണ്ടാണ്. അതായത് A Bക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് മീൻ B ഈസ് ഗിവിങ് ഗിഫ്റ്റ് ടു A. ഓക്കെ, സോ ഇവിടെ ഓർഡറിങ് മാറ്റർ ചെയ്യുന്നു. സോ നമ്മൾ പറഞ്ഞു ഓർഡർ കൺസിഡർ ചെയ്യുന്നത് പെർമ്യൂട്ടേഷനിലാണ്. ഇവിടെ 8 പേഴ്സൺസിൽ 2 പേര് തമ്മിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ എത്ര വേസ് ഉണ്ട്? സോ നമുക്കിവിടെ N എന്ന് പറയുന്നത് 8ഉം R എന്ന് പറയുന്നത് 2ഉം ആണ്. സോ നമ്മുടെ പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല വെച്ചിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഗിഫ്റ്റ്സ് ഷെയർഡ് എന്ന് പറയുന്നത് 8p2 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 മൈനസ് 2 ഫാക്ടോറിയൽ, വിച്ച് ഈസ് ഈക്വൽ ടു 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയലിന് എനിക്ക് 8 into 7 into 6 ഫാക്ടോറിയൽ എന്ന് എഴുതാം, divided by 6 factorial. 6 factorial and 6 factorial get cancelled and remaining answer is 56. ഇനിയും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം, ഏതാണ് യൂസ് ചെയ്യേണ്ടത്, പെർമ്യൂട്ടേഷനാണോ കോമ്പിനേഷനാണോ എന്നൊക്കെ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു ഈസി മെത്തേഡിൽ കൂടി ചെയ്യാം. അതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ചിട്ട്. സോ ഇവിടെ A എന്ന് പറയുന്ന ആൾ ബാക്കി 7 പേഴ്സൺസിന് ഗിഫ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ A കൊടുക്കുന്ന ഗിഫ്റ്റ്സ് 7 ആണ്. ഇനി B എന്ന് പറയുന്ന ആളോ, B എന്ന് പറയുന്ന ആളും 7 ഗിഫ്റ്റ്സ് കൊടുക്കുന്നുണ്ട്. കാരണം B Aയ്ക്കും കൊടുക്കുന്നുണ്ട്, B ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും 7 ഗിഫ്റ്റ്സ് വെച്ചിട്ടാണ് ഷെയർ ചെയ്യുന്നത്. സോ മൊത്തം 8 പീപ്പിളാണുള്ളത്. ഓരോരുത്തരും 7 ഗിഫ്റ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് 8 മൾട്ടിപ്ലൈഡ് ബൈ 7 വിച്ച് ഈസ് ഈക്വൽ ടു 56. സോ നമുക്ക് പെർമ്യൂട്ടേഷന് പകരം ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ചിട്ടും പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻ 2. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 11 persons, ഈച്ച് ഷേക്സ് ഹാൻഡ് വിത്ത് എവറി അതർ വൺസ് ആൻഡ് ഓൺലി വൺസ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സച്ച് ഹാൻഡ് ഷേക്സ്? അതായത് 11 persons അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ ഓരോരുത്തരും മറ്റുള്ളവരുമായി ഹാൻഡ് ഷേക്ക് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു പ്രാവശ്യമാണ് ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എത്ര ഹാൻഡ് ഷേക്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ. ഞാനിവിടെ 11 പേഴ്സൺസിനെ ABCD അപ് ടു K എന്നെടുത്തിട്ടുണ്ട്. ഇവിടെ A എന്ന് പറയുന്ന ആൾ B എന്ന ആൾക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നതും തിരിച്ച് B Aക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നതും സെയിം ആണ്. അതായത് ഞാനിപ്പം ഒരു പാർട്ടിയിൽ ഒരാൾക്ക് ഹാൻഡ് ഷേക്ക് അങ്ങോട്ട് കൊടുക്കുന്നു, ആ ആൾ തിരിച്ച് എനിക്ക് ഹാൻഡ് ഷേക്ക് തരുന്നതും ആ സെയിം ടൈമിൽ ഒക്കർ ചെയ്യുന്നതാണ്. അല്ലാതെ അത് രണ്ടും ഡിഫറെൻ്റ് അല്ല.
അതായത് ഇവിടെ ഓർഡർ മാറ്റർ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് വേണ്ടത് 11 പേഴ്സൺസിൽ ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന 2 പേരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ AB എന്ന് പറയുന്നതും BA എന്ന് പറയുന്ന ഹാൻഡ് ഷേക്കും സെയിം ആണ്, ഓർഡർ മാറ്റർ ചെയ്യുന്നില്ല. സോ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് എന്ന് പറയുന്നത് NCR ആയിരിക്കും. N എന്ന് പറയുന്ന 11ഉം R എന്ന് പറയുന്നത് 2ഉം. സോ 11C2 which is equal to 11 into 10 divided by 1 into 2 which is equal to 55. ഇനിയും ഈ പ്രോബ്ലം നമുക്ക് മറ്റൊരു മെത്തേഡിൽ ചെയ്യാം. അതായത് A എന്ന് പറയുന്ന ആൾ ടോട്ടൽ 10 ഹാൻഡ് ഷേക്സ് കൊടുക്കും, A ഒഴിച്ച് ബാക്കിയുള്ള 10 പേഴ്സൺസിന്. B എന്ന് പറയുന്ന ആൾ നോക്കുമ്പോൾ B ഓൾറെഡി A ഹാൻഡ് ഷേക്ക് കൊടുത്തപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇനി B കൊടുക്കുന്നത് ബാക്കി C മുതൽ K വരെയുള്ള ആളുകൾക്കാണ്. സോ B കൊടുക്കുന്നത് 9 ഹാൻഡ് ഷേക്സ് ആണ്. ഇനി C നോക്കുകയാണെങ്കിൽ C ഓൾറെഡി Bയുമായിട്ടും Aയുമായിട്ടും ഹാൻഡ് ഷേക്ക് ചെയ്തു. സോ ഇനിയും C ചെയ്യുന്നത് D അപ് ടു K വരെയുള്ളവർക്കാണ്. സോ C കൊടുക്കുന്ന 8 ഹാൻഡ് ഷേക്സ്. അങ്ങനെ ഓരോരുത്തരും ഒന്ന് കുറഞ്ഞ് അപ് ടു K ആകുമ്പോഴത്തേക്ക് 0 ഹാൻഡ് ഷേക്സ് ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടി സമ്മായിരിക്കും. അതായത് 1 + 2 + 3 + എക്സെട്ര അപ് ടു 10. അപ്പോൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ് n × n+1 ഡിവൈഡഡ് ബൈ 2. ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്. അതായത് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10 × 10+1 ഡിവൈഡഡ് ബൈ 2 which is equal to 55. Question 3. Out of 6 players, the manager has to select 2 players. One will play as forward and the other as a defender. How many possible ways? അതായത് ടോട്ടൽ 6 പ്ലെയേഴ്സ് ഉണ്ട്. മാനേജറിന് 2 പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യണം. ഒരാൾ ഫോർവേഡായിട്ടും ഒരാൾ ഡിഫൻഡറായിട്ടുമാണ് കളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പോസിബിൾ വേസിൽ 2 പേരെ സെലക്ട് ചെയ്യാമെന്നതാണ് ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ. ഇവിടെ 2 പ്ലെയേഴ്സിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഫോർവേഡും ഡിഫൻഡറും. സോ ഫോർവേഡിനെ എനിക്ക് 6 വേസിൽ സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം ടോട്ടൽ 6 പ്ലെയേഴ്സാണ്. അതിനകത്ത് ഫോർവേഡ് ഈ 6 പ്ലേയേഴ്സിൽ ആര് വേണമെങ്കിലും ആവാം. ഇനി ഫോർവേഡായിട്ട് സെലക്ട് ചെയ്യുന്ന ആളെ ഡിഫൻഡറായിട്ട് അറ്റ് ദ സെയിം ടൈം അയാൾക്ക് കളിക്കാൻ പറ്റില്ല. സോ ഡിഫൻഡറിന് നമുക്ക് 5 വേസിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 6 × 5 which is equal to 30. സോ ഈ 2 പ്ലെയേഴ്സിനെ എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഈ ബോക്സസ് നോക്കുമ്പോൾ ക്ലിയർ ആവും. ഫോർവേഡായിട്ട് PA ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഡിഫൻഡറായിട്ട് എനിക്ക് QRSTU എന്ന പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യാം. അതുപോലെ Qനെയാണ് ഫോർവേഡായിട്ട് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഡിഫൻഡറിനും 5 പോസിബിലിറ്റി. അങ്ങനെ 6 ബോക്സിലായിട്ട് ഓരോ പോസിബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കോമൻറ്റ് ബോക്സിലിടുക. സോ ഇന്ന് നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് സിമ്പിൾ വേയിലും ഫോർമുല യൂസ് ചെയ്തും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്